ഇതിനകത്ത് കയറുന്നില്ല എന്നും പറഞ്ഞിട്ട് പകുതിക്ക് വെച്ച് നിർത്തിപ്പോരരുതെന്നാ പറഞ്ഞതിന്റെ സ്ഥാനം. അപ്പോഴേക്കും ദശാന്തി മാറും. എല്ലാ ചൊവ്വാഴ്ചയും അത് നീ ചെയ്തേക്കണം. ചൂലക്കാരൻ്റെ ആസ്ഥാനത്ത് മുടക്കം കൂടാതെ കണ്ട് ഇളനീര് ഒരു ചുവ ഇളനീരണയിൽ അടുത്ത് ചുവ ക്ഷീരം. അതുപോലെ തന്നെ 30 നാൾ കൂടുമ്പോൾ എത്ര പൈസ ഉണ്ടോ അത്രയും പൈസ ഉള്ള ചെറുനാരങ്ങ നീരാട്ട് വന്ന് ഈറനോട് കൂടി ഇരുന്നിട്ട് ആ ചെറുനാരങ്ങ കുത്തിക്കോട്ട് എൻ്റെ ചൂലക്കാരൻ്റെ കണ്ടത്തിലിട്ട് കൊടുത്തേക്കും. ഞാൻ ജന്മം നൽകി ഇത്ര വയസ്സ് കാലപ്രായമായിട്ടുള്ള എൻ്റെ ഉണ്ണി സന്താനത്തിന് ഇന്ന നക്ഷത്രം, അതിന് ദശാന്തി സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ദോഷങ്ങളുണ്ട് അതൊക്കെ തീർത്തു തരണമെന്ന് പറയാം. അതുപോലെ തന്നെ ഉണ്ണി സന്താനം 6 കടന്നു പോയി വിജയം പൂർത്തീകരിച്ച് കർമ്മങ്ങളും കർമ്മസ്ഥാനങ്ങളും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവധികാലത്തിന് ഈ ദേശത്ത് വരുമ്പോൾ 10 ഭവനം മരുന്ന് ഈ ഉണ്ണിയെ എൻ്റെ ശരിയായിട്ടുള്ള ചൂലക്കാരൻ്റെ ആസ്ഥാനത്ത് കാവടിയെടുത്ത് പാൽക്കുടത്തോടു കൂടി കൊണ്ടുവന്നേക്കാന്നും പറഞ്ഞ് ഒരു പിടി വെള്ളി മഞ്ഞപ്പട്ടിൽ നീ പൊതിഞ്ഞു വെച്ചേക്കണം. അശുദ്ധിയാ വരുന്നത്, മനസ്സിലാവണ്ട. അതുപോലെ തന്നെ എല്ലാ തിങ്കളാഴ്ചയും ആദ്യത്തെ തിങ്കൾ അവസാനത്തെ തിങ്കൾ എൻ്റെ അച്ഛൻ്റെ ആലയത്തിൽ ഒരു കുടം കൊണ്ട് നീര്, ഒരു കൂവളത്തിൻ്റെ ഹാരം, ഒരു പാത്രം നെയ്യ് ഈ ഉണ്ണി സന്താനത്തിന് ഉണ്ണി കൊണ്ടുപോയി കെട്ടിട്ട് ദിനം ഓരോ വേണ്ടി 2 നേരം എനിക്ക് തെളിച്ചേക്കാം. നീ വിദ്യയ്ക്ക് പൊക്കും 2 മാസക്കാലം 2-2.5 മാസക്കാലം നിന്റെ ദശാന്തിക്ക് തീരുമാനിച്ചത് വാഹനത്തിൽ പോകുമ്പോൾ ശ്രദ്ധിച്ചേക്കണം. സന്ധ്യ മയങ്ങിയ സമയത്ത് ഏതെങ്കിലും മുന്നിൽ വിളിച്ചാൽ നീ പോണ്ട, അതൊന്ന് ശ്രദ്ധിച്ചു. വീഴ്ചതാഴ്ചയ്ക്കും ഒടുവിനും ചതവിനും ശ്രദ്ധിച്ചേക്കണം. മനസ്സിലായ? പറയാനുള്ളത് ഞാൻ പറഞ്ഞു, പറയാനുള്ളത് ഞാൻ പറഞ്ഞു. ഇത് മുടക്കം കൂടാണ്ട് ചെയ്തേക്കണം. 2 നേരം വെള്ളി മീൻ പഠിപ്പിച്ചോ, ഞാൻ തന്നേക്കാം. എന്തായി? അല്ല, ഞാൻ പറഞ്ഞ നിന്റെ ഔഷധം കുറഞ്ഞ അത് വെള്ളിക്ക് അവിടെ നിന്ന് 10-ന്ന് ഇപ്പം എത്രണ്ണായി? അല്ല പറയ്, 10 സേവിച്ചിരുന്നു ഒരു ദിനം. അതിൽ നിന്ന് ഇപ്പം എത്രണ്ണായി? 3 എണ്ണം. അപ്പോൾ 7 എണ്ണം കുറച്ചു. അപ്പോൾ 7 എണ്ണത്തിൻ്റെ വെള്ളി നിനക്ക് മിച്ചം. എന്താ ചിരിക്കണം? 10 ഒരു ദിവസത്തിൽ 10 ഔഷധം കഴിച്ച ഉണ്ണി ആ 10-ന്ന് 7 എണ്ണം ഞാൻ മാറ്റി 3 എണ്ണമാക്കി നിനക്ക് തന്നു. അപ്പം 7 എണ്ണത്തിൻ്റെ വെള്ളി തന്നില്ല, ശരീരം കൊണ്ടുള്ള ആ ദോഷങ്ങൾ പകുതിക്ക് മേലെ 3/4 ഭാഗത്തോളം മേലെ ഞാൻ മാറ്റി തന്നിട്ടുണ്ട്. അതിന് 10 ഔഷധത്തിൽ നിന്ന് 7 എണ്ണം കുറച്ച് 3 ഔഷധമാക്കി അല്ലേ? നിനക്ക് വെള്ളി ഞാൻ കൂട്ടി തന്നു. പരീക്ഷ ചെയ്തു അടുത്ത മാസം 2-ാമത്തെ 3-ാമത്തെ കുട്ടിക്ക് വരുന്ന പറയുന്നത് നല്ല മാർക്ക് ഞാൻ എൻ്റെ പണിയെടുത്ത് വച്ചിട്ടുണ്ട്, മനസ്സിലായില്ല? നീ നിന്റെ പണിയെടുത്തു നിനക്ക് ബോധ്യണ്ട, മനസ്സിലായില്ല? അല്ല അതാവട്ടെ, ഇനിയിപ്പോൾ അതിൻ്റെ അറിയിപ്പൊന്ന് അടുത്തതിലേക്ക് വരുമ്പോഴല്ലേ അപ്പം ഞാൻ നിശ്ചയം ഉണ്ടാക്കി തരാം. ഞാനെന്താ പറഞ്ഞു? ഞാൻ എൻ്റെ പണിയെടുത്ത് വച്ചിട്ടുണ്ട്, നീ നിൻ്റെ പണിയെടുത്തു എന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. എന്നുവെച്ചാൽ ഞാൻ വിദ്യ കൊടുക്കുന്ന കരുവല്ല, ഓർമ്മിപ്പിക്കുന്ന കരുവ. എനിക്ക് വിദ്യ തരാത്ത ഒരേ അച്ഛൻ ജന്മം നൽകിയ ഇത്രയും ദേവാദി ദേവന്മാരൊക്കെ ഉണ്ടായിട്ട് വിദ്യ ഇല്ലാത്ത ഒരേ ഒരു മോൻ ഞാനാ, എൻ്റെ ഏട്ടൻ. മനസ്സിലായില്ല? അപ്പം ഞങ്ങൾക്ക് വിദ്യ ഇല്ല, അപ്പം പിന്നെ എങ്ങനെ ഞങ്ങൾ വിദ്യ കൊടുക്കാം? പക്ഷേ എൻ്റെ കിട്ടാക്കടം ഓർമ്മിപ്പിക്കുമ്പോൾ നീ വിദ്യക്കിരിക്കുന്ന സമയത്ത് ഓർമ്മിപ്പിച്ചേക്കാന്ന് നിന്റെ പിതാവിന് ഞാനൊരു വാക്ക് കൊടുത്തിട്ടുണ്ട് മാതാവ്. ആ വാക്ക് ഞാൻ പാലിച്ചിട്ടുണ്ട്. നീ ചെയ്യേണ്ട കർമ്മം നീ ചെയ്തിട്ടുണ്ടോ എന്ന് മാത്രമേ എനിക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇനി 1 മാസക്കാലം എത്ര നാളെ ഞാൻ കാത്തിരിക്കണം അല്ലേ? അപ്പോൾ ഒരു കറുത്തത്തിന് ഞാനൊന്ന് കാത്തിരിക്കണം. എന്നിട്ട് ഞാനൊരു നിന്റെ ഭാഷയിൽ നിന്റെ മാതാവ് പറഞ്ഞ മാതിരി പാളും പട്ടകയായിട്ട് ഞാൻ അങ്ങോട്ട് വരും. മനസ്സിലായില്ല? എൻ്റെ കയ്യിൽ ഇത് കൂടാണ്ട് ഒരു ആയുധം കൂടി അതും കൂടി കൊണ്ട് ഞാൻ ചെയ്യണം. ഞാനും വന്നേക്കാം. ഇത്രയൊക്കെ നിനക്ക് മാറ്റം വന്നില്ല. ആ 7 നാളത്തെ ഔഷധത്തിൻ്റെ വെള്ളി മാറ്റുമ്പോൾ തന്നെ നിനക്കൊരു പിച്ച ഞാൻ തന്നില്ല ഇല്ലേ? നിനക്ക് നിന്റെ ശരീരത്തിന് വേവലാതില്ലാത്ത ഒരു ശരീരമാക്കി തന്നിട്ട് വേണം എനിക്ക്. എന്താ നിനക്ക് സന്തോഷമൊക്കെ? ഈ ഉണ്ണിനെ കുറിച്ചല്ല ചിന്ത. അത് ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട്. നീ അതിനെ വഴക്ക് പറയണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്.
നിന്നോട് വഴക്ക് ഞാൻ അതിനെ പറയണമെന്ന് ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞത്, ഞാൻ കൊണ്ടുനടക്കാമെന്ന് പറഞ്ഞത്. പിന്നെ നീ പിതാവ് നീ ആണെങ്കിലും അതിനെ നേതൃസ്ഥാനത്ത് നിന്ന് കൊണ്ടുപോകുന്നതും കൊണ്ടുവരുന്നതും ഞാനാന്ന് പറഞ്ഞത്. അപ്പം തല്ലണമെങ്കിൽ ഞാൻ തല്ലിക്കോളും, നീ തല്ലണ്ട. നീ ജന്മം നൽകിയെന്നുള്ളൂ, എൻ്റെ അടുത്ത് വന്ന് എനിക്ക് തന്നപ്പോൾ അത് എൻ്റെ ഉണ്ണിയാണ്. അത് ഞാനല്ല പറഞ്ഞോ കറുത്ത വസ്ത്രക്കാരൻ്റെ അടുത്ത് പൊക്കോളാൻ. ഞാനല്ല പറഞ്ഞു നേർവഴിക്ക് പോയാൽ നടപടിയാവില്ല, കറുത്ത വസ്ത്രക്കാരനായിട്ട് ഉടമ്പടിയാക്കിയോളാൻ ഞാൻ തന്നെ പറഞ്ഞു. അപ്പൊ എന്തെങ്കിലും കാര്യമില്ലാണ്ട് ഞാൻ അങ്ങനെ പറയില്ല. പൊക്കോ, അത് അങ്ങനെ വരണം, വന്നാലാണ് എനിക്ക് കയറി കളിക്കാൻ പറ്റുള്ളൂ. പൊക്കോ. എന്താക്കി എന്ത് തീരുമാനിച്ചു? ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്ന് ഉറപ്പിച്ച അതിന് തന്നെ പൊക്കോളണം. അതിൻ്റെ ഇടയിൽ ഇവിടെ ഞാൻ ഭാഗം ഇവിടെ കെട്ടിയിട്ട് ഇവിടെ കുറച്ച് പുല്ല് തിന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ അവിടെ കൂടുതൽ പുല്ല് കാണുന്ന മാതിരി നീ അങ്ങോട്ട് ഇങ്ങോട്ട് തിരിയാൻ പാടില്ല. ഇതിൽ പോയിട്ട് നിനക്ക് നഷ്ടമൊന്നും വന്നിട്ടില്ല. നഷ്ടം വന്നിട്ടുണ്ട്. 34 കുടുംബം വാടക വിഹിതം കൊടുക്കണ്ട, ഒരു വിഹിതവും വേണ്ട. ഏതെങ്കിലും ഒരു ഉണ്ണിയുടെ മണ്ണ് കാണാൻ വേറെ ഏതെങ്കിലും ഉണ്ണിനെ കൊണ്ടുവന്ന് കുട്ടി കഴിപ്പിക്കാം, വെള്ളി വാങ്ങും, ഇത്രേ ഉള്ളൂ. അല്ലേ അല്ലേ? ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ നീ ഏത് മണ്ണ് കാണാൻ പോകുമ്പോഴും എന്നെ ആ കാലിൽ വയ്ക്കുന്ന സമയത്ത് എന്നെ വിളിച്ചോ. ആ നീ പൊക്കോ, നോക്കോ, നീ നോക്കിയാൽ ഞാൻ ഇറങ്ങിപ്പോരും. ഞാൻ ഇറങ്ങിപ്പോരും. പിന്നെ എൻ്റെ പടിവാതിക്ക് വരണ്ടത് മനസ്സിലായില്ല? അല്ല നിനക്ക് അല്ല ഈ ഉണ്ണി അങ്ങനത്തെ ഒരു തര അല്ല, അങ്ങനത്തെ ഒരു തരാന്ന് ഇതിന് മുമ്പ് എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. തുറന്നു നോക്കിയ പിന്നെ ഇവിടെ വരണ്ട. അതല്ല, അതവൻ്റെ കയ്യിൽ വെക്കാനുള്ളത്. പൈസ ഇടുന്നതിലൊന്നും വെക്കണ്ട. ഇതിന് മുന്നേ ഇത് തുറന്നു നോക്കണ്ട, മനസ്സിലായില്ല? അതിലെന്തെങ്കിലും കാര്യമില്ലാണ്ട് അങ്ങനെ തരില്ല. ആ താഴെ വിടാനും പാടില്ല കേട്ടോ. വേറൊരു കടലാസിൽ ഇതേ കടലാസിൽ തന്നെ വെച്ച് പൊതിയണം കേട്ടോ. വേഗട്ടെ വേഗട്ടെ. ചെമ്പോലത്തോടെ ഉണ്ടാവുന്നില്ല. കൊണ്ടുവന്നിട്ടില്ല. നാമോദമ്പരം നക്ഷത്രാമ്പരം. എന്തായി? എന്നാ കൊടുത്തത്? നടക്കേക്കണം. ആരുടെ സ്ഥലം എനിക്ക് അയാളുടെ പേരുണ്ട്. ചെറുപ്പുണ്ടായിട്ട് കിട്ടിയല്ലോ.
വൈകില്ല. നിനക്ക് അതിൻ്റെ അപ്പുറത്തെ അധികാരത്തോണ്ട് ഞാൻ വാങ്ങിച്ചു തന്നതന്നെ. അത്രയും പാടില്ല. എൻ്റെ സമയമൊന്നും മാറേ വേണ്ടു. സമയം മാറിയിട്ടില്ല. ഞാൻ അവർക്ക് തന്നെ ഇല്ല. അതൊന്നെ കൊടുത്തു. ഞാൻ തീർപ്പുണ്ടാക്കി. ഞാൻ ദ്രോഹിക്കാണ്ടെങ്കിൽ എന്തിനു കൊണ്ടുവന്നറിയില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും വരുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോഴും ഞാൻ തന്നെ ഓടണ്ടേ. അതുകൊണ്ടാ കേട്ടാ തീർപ്പുണ്ടാക്കി തരാം. 11 ദിനം നീ എണ്ണിക്കാത്തിരുന്നു. എൻ്റെ മണ്ഡപത്തിൽ നിന്നിട്ടല്ല ഞാൻ പറയുന്നത്. 11 ദിനം നീ എണ്ണിക്കാത്തിരുന്നു. പൂർണ്ണരൂപം നീ ഉണ്ണിനെ വിളിച്ച് കൊണ്ടുപോകാം. ആ ഉണ്ണിയുടെ വലിപ്പത്തിലൊരു വെള്ളി നൂല് പൊതിഞ്ഞ് കെട്ടിവെക്കും. ഉണ്ണിയുടെ വലിപ്പത്തിലൊരു വെള്ളി നൂല് എൻ്റെ അവിടേക്ക് കൊണ്ടുവന്നേരാന്ന് പറയും. 7:30 പൊന്നാൻ എഴുതിട്ടെന്ന് എൻ്റെ അച്ഛൻ്റെ കത്ത് കൊണ്ടുവന്നേരാന്ന് ഇതാ. ഉണ്ണിനൊന്ന് ശ്രദ്ധിച്ചേക്കും. മനസ്സിലായി? ഞാൻ കാണിച്ചത് മനസ്സിലായി? മീറ്റിംഗ് ആയിട്ടില്ല. അപ്പൊ ഇല്ല, തീരുമാനമാക്കിയിട്ടുണ്ട്. അയാളുടെ പേരെങ്കിലും കാണാം. ഇല്ല, തീരുമാനമാക്കിയിട്ടുണ്ട്. തീരുമാനമാക്കിയിട്ടുണ്ട്. താമസമാണ്. എന്നാലും എനിക്ക് അയാളുടെ പേര് നിശ്ചയാക്കി വെച്ചിട്ടുണ്ട്. താങ്കളൊരു വാക്ക് കൊടുത്തിട്ടുണ്ട്. അത് ശരിയായി കഴിഞ്ഞാൽ മണ്ഡപം നോക്കണ്ട. ഇവിടെ കാര്യം ചെയ്യണം കേട്ടാ. ഇവിടെ ഈ കൊണ്ടിരിക്കുന്ന സ്ഥലത്ത് കേട്ടാ. എനിക്ക് നല്ലവണ്ണം 2 നേരം എന്നെ ശല്യം ചെയ്തേക്കണം. ആ ഉണ്ണിയുടെ പേരും കൂടി പറഞ്ഞിട്ട് ഇന്ന ഉണ്ണിയാണ് ഇതിനൊരു തടസ്സം എന്നും പറഞ്ഞിട്ട്